ഞാൻ കുറേ നാളായിട്ട് പുഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ആൻഡ് ഫൈനലി ദി ഡേ ഈസ് ഹിയർ. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള 20+ ബ്ലഷസിനൊക്കെ റിവ്യൂ ചെയ്ത് റേറ്റ് ചെയ്യാൻ പോവുകയാണ്. കുറേ നാളായിട്ട് ബ്ലഷസ് ഒരു തരംഗം തന്നെയാണ്. ചന്നം ഭിന്നം ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് വീണ്ടും പുതിയ ടൈപ്പ് ഓഫ് ബ്ലഷസ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ദെയർ. ആൻഡ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ പുതിയ ബ്ലഷസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അങ്ങനെ കുറച്ച് പുതിയ ബ്ലഷസ് ഒക്കെ മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്ന എൻ്റെ കൾട്ട് ഫേവറേറ്റ് ബ്ലഷസ് ഉണ്ട്. ഓൾമോസ്റ്റ് 20+ ബ്ലഷസ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്ത് റേറ്റ് ചെയ്യാൻ പോകുന്നത് 10 stars ബീങ് ദി ഹയസ്റ്റ്. ബിഫോർ വി സ്റ്റാർട്ട് ദി വീഡിയോ എനിക്ക് 1-2 കാര്യങ്ങളോട് പറയാനുണ്ട്. ഞാൻ ബ്ലഷിൻ്റെ ലോഞ്ചിവിറ്റീനെ കുറിച്ച് അധികം ഈ വീഡിയോയിൽ പറയുന്നില്ല. ബിക്കോസ് ഫസ്റ്റ്ലി എനിക്ക് എൻ്റെ മുഖത്ത് അത്യാവശ്യം ബ്ലഷസ് പൊതുവേ ലാസ്റ്റ് ചെയ്യാറുണ്ട്. സെക്കൻഡ്ലി ആൻഡ് എനിക്ക് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആക്കണം ഒരു ബ്ലഷ് എന്നാണെങ്കിൽ ഞാൻ ക്രീം ബ്ലഷിൻ്റെ മുകളിൽ ഒരു പൗഡർ ബ്ലഷ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്ത് കുറച്ചുകൂടെ നല്ലപോലെ എന്തെങ്കിലും ഇവൻറ്റ്സോ ഫംഗ്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതൊരു ടിപ്പും കൂടെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് തേർഡ് തിങ്, ഒരു ബ്ലഷിൻ്റെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുല, നമ്മുടെ ഒരു സ്കിൻ ടൈപ്പ് ആൻഡ് ഈവൻ ദി ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ദാറ്റ് ഇസ് ഭയങ്കര ഹ്യൂമിഡ് ആണോ ഭയങ്കര ഡ്രൈ ആണോ എന്നൊക്കെ ഉള്ള അനുസരിച്ചും കൂടെ വേരി ചെയ്യും ഒരു ബ്ലഷിൻ്റെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്. സോ ഐ വുഡ് നോട്ട് ബി സ്പെസിഫിക്കലി സ്റ്റേറ്റിംഗ് ദാറ്റ് ഈ ഒരു പെർട്ടിക്കുലർ ബ്ലഷ് ഇത്ര മണിക്കൂർ നിൽക്കും, ആ ഒരു രീതിയിൽ ഞാൻ പറയുന്നില്ല. എൻ്റെ കയ്യിൽ ലിക്വിഡ് ബ്ലഷസും ക്രീം ബ്ലഷസും പൗഡർ ബ്ലഷസും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലഷസ് ഉണ്ട്. പൗഡർ ബ്ലഷസ് മാത്രം ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും, ബാക്കിയെല്ലാം കൂടെ ഞാൻ ഒന്നിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വൺ ഇൻസൈറ്റിൻ്റെ ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് ആണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ഐറിഷ് ക്രീം. ഐ തിങ്ക് ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് വൺ ഓഫ് ദി ലോ പ്രൈസ്ഡ് പ്രൊഡക്റ്റ്. പക്ഷേ ദിസ് ഇസ് എ റിയലി നൈസ് ബ്ലഷ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ബ്ലഷ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഷെയ്ഡിലോട്ട് വരികയാണെങ്കിൽ ഇതിനൊരു പീച്ചി ലൈറ്റ് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണുള്ളത്, വിച്ച് ഇസ് റിയലി നൈസ് ആൻഡ് ഫ്ലാറ്ററിങ് ഫോർ മീഡിയം ഡാർക്ക് ഡസ്കി ഡീപ്പ് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ മുഖത്ത് കാണുകയും ചെയ്യും കേട്ടോ. ഫോർമുലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ക്രീമി വാക്സി കൈൻഡ് ഓഫ് ഫോർമുലയാണുള്ളത്. ആൻഡ് നല്ലൊരു നാച്ചുറൽ ഡ്യൂയി കൈൻഡ് ഓഫ് ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്. ഇറ്റ്സ് നോട്ട് ടു പിഗ്മെൻറ്റഡ് ഓർ നോട്ട് ലൈക്ക് വെരി ലൈറ്റ്ലി പിഗ്മെൻറ്റഡ്. അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ബിൽഡപ്പ് ചെയ്യാനൊക്കെ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു പാക്കേജിങ്ങിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൽ പ്രൊഡക്റ്റ് എടുക്കാനും അപ്ലൈ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. സോ ഐ വുഡ് സേ ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് അഫോർഡബിൾ ബ്ലഷസ് ഔട്ട്. നിങ്ങളിപ്പോൾ ബ്ലഷ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്ലഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ റിയലി നൈസ് ഓപ്ഷൻ. എനിക്കിതിൽ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചൊരു വാക്സിയർ സൈഡാണ്. എന്നെപ്പോലെ ഒരു ഓയിലി സ്കിൻ പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാക്സിനസ് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അത് മാത്രമാണ് എനിക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. ബട്ട് സ്റ്റിൽ ഐ എൻജോയ് വെയറിങ് ദിസ് ബിക്കോസ് എൻ്റെ കളർ നല്ല അടിപൊളിയാട്ടോ. സോ അതുകൊണ്ട് തന്നെ ഐ വുഡ് റേറ്റ് ദിസ് 8. അടുത്തത് വീണ്ടും ഇൻസൈറ്റിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റാണ്. ദിസ് ഇസ് സൂപ്പർ സ്റ്റേ ക്രീം ബ്ലഷ് ഫ്രം ഇൻസൈറ്റ് ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് നട്ട് ജെല്ലി. ഇതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ഓറഞ്ചി പീച്ചി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ലൈറ്റ് ഒരു ടിൻറ്റ് ഓഫ് ഓറഞ്ച് വരുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്. കുറച്ചുകൂടി ഒരു തിക്ക് ക്രീം കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. ആൻഡ് ഇത് അത്യാവശ്യം നല്ലപോലെ പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ആക്ച്വലി കുറച്ച് നല്ലപോലെ പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം മതിയാവും. ഇത് ഒരു സെമി മാറ്റ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇഫ് യു ലൈക്ക് എ മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷ് ദെൻ ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഇതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ യു ഷുഡ് ബി വെരി കെയർഫുൾ. ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ദെൻ ദി തിങ് ഇസ് ദാറ്റ് ഇതിൻ്റെ പാക്കേജിംഗ് ആണ്. ട്രാവൽ ഫ്രണ്ട്ലി അല്ലേന്ന് വെച്ചാൽ യെസ്, ഇറ്റ്സ് ഇസ് വെരി ടൈനി ആൻഡ് നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഇതിൻ്റെ ഈ ക്യാപ്പ് തുറന്ന് നമ്മൾ കയ്യിലെടുത്തിട്ടൊക്കെ വേണമായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇത് പോകെ ഞാൻ മേടിച്ചപ്പോൾ ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടി ഒരു തിക്കറാവുന്നുണ്ട് കേട്ടോ. സോ ഇങ്ങനത്തെ പാക്കേജിങ്ങിലുള്ള പല ബ്ലഷിനും എനിക്ക് തോന്നിയൊരു പ്രശ്നമാണത്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും കുറച്ച് തിക്കറാവുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ആസ് എ നെയിം സജസ്റ്റ് ഇത് സൂപ്പർ സ്റ്റേ തന്നെയാണ്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്രീം ബ്ലഷ് ആണ് കേട്ടോ. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് ദിസ് വുഡ് നോട്ട് ബി മൈ ഫസ്റ്റ് പ്രിഫറൻസ്. സോ ഐ വുഡ് റേറ്റ് ദിസ് 5. ഇന്ന് ഞാൻ കാണിക്കുന്ന ബ്ലഷസിൽ ഒന്നും തന്നെ എനിക്ക് ഭയങ്കര മോശമാണ് എന്ന് തോന്നിയ ബ്ലഷസ് അധികം ഇല്ല കേട്ടോ. പക്ഷേ ദി പ്രിഫറൻസ് ഇസ് വാട്ട് മാറ്റേഴ്സ്. നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പാക്കേജിംഗ് ആണ് വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ടെക്സ്ചറാണ് ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിനിഷാണ് വേണ്ടതെന്നനുസരിച്ചാണ് നമുക്കൊരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ എൻ്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ചാണ് ഞാൻ റേറ്റ് ചെയ്യുന്നത്. If you like this product, please do continue using and enjoy the product. അടുത്തത് കുറച്ചുകൂടി ഒരു ന്യൂവർ പ്രൊഡക്റ്റ് ആണ്. This is Hilary Rhoda Cream Blush.
ഇത് അത്യാവശ്യം വലിയൊരു ട്യൂബിലാണ് വരുന്നത്. ആസ് യു ക്യാൻ സി, ഐ തിങ്ക് 20 ml ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട്. ആൻഡ് ദിസ് റീറ്റെയിൽസ് ഫോർ അറൗണ്ട് 200 സംതിങ്. സോ നല്ലൊരു എന്താ പറയുക, ബഡ്ജറ്റ് ബൈ എന്ന് തന്നെ പറയാം, ബിക്കോസ് ദിസ് ഇസ് ഗോയിങ് ടു ലാസ്റ്റ് യു ഫോർ എവർ. ഇതിൻ്റെ ഷെയ്ഡ് പീച്ച് ബ്ലോസം എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് ശരിക്കും ഒരു പ്രോപ്പർ പീച്ചി പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ ക്രീം ബ്ലഷ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ലൈക്ക് എ ലിക്വിഡി ക്രീം കൈൻഡ് ഓഫ് ടെക്സ്ചറാണ് ഇതിനുള്ളത്. ബിക്കോസ് ഇതിനൊരു സ്ലിപ്പ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഒരു സ്ലിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് റിയലി നൈസ് ആൻഡ് ഐ ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് സ്ലിപ്പ്. ഇത് സ്കിന്നിൽ നല്ല ബ്യൂട്ടിഫുള്ളി ബ്ലെൻഡ് ഔട്ട് ആവും. ക്രീം ടു ലിക്വിഡ് കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഡ്യൂയി ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ലൈക്ക് അത്യാവശ്യം മോഡറേറ്റ്ലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ബ്ലഷാണ്. ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ഫേഡ് ഔട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. നോട്ട് സോ ബാഡ്ലി, ബട്ട് കുറച്ചുകൂടെ നേരം ചെല്ലുന്തോറും കുറച്ചൊന്ന് ഫേഡ് ഔട്ട് ആവുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പൗഡർ ബ്ലഷ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നല്ലത്. ബട്ട് ഐ തിങ്ക് ഫോർ ദി പ്രൈസ് ഇറ്റ്സ് എ ഡീസൻറ്റ് പ്രോഡക്റ്റ്, സോ ഐ വുഡ് റേറ്റ് ദിസ് 7. വീണ്ടും ഒരു ഇൻസൈറ്റിൻ്റെ പ്രൊഡക്റ്റാണ്. കുറേ ഇൻസൈറ്റ് വരുന്നുണ്ടല്ലോ, ഇനിയുണ്ട് കേട്ടോ ഒരു ഇൻസൈറ്റ് കൂടെ. സോ ദിസ് ഇസ് ഇൻസൈറ്റ് ക്രീമി ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്. സോ ഇത് ലിപ്പ് ആൻഡ് ചീക്ക് പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യാം. പൊതുവേ ഇതുപോലത്തെ ലിപ്പ് ആൻഡ് ചീക്ക് പ്രൊഡക്റ്റ് വരാൻ നേരത്ത് ഞാൻ ലിപ്സിൽ യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ടോ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇതുപോലത്തെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് എന്ന് വരുമ്പോൾ എനിക്ക് ലിപ്സിൽ എന്തോ യൂസ് ചെയ്യാൻ തോന്നാറില്ല. ഞാൻ ചീക്ക് ടിൻറ്റ് ഓർ ബ്ലഷ് മാത്രമായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ റിവ്യൂ പറയുന്നത്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ഫ്ലോറൽ ഫിയസ്റ്റ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഓറഞ്ചി, കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് ഫ്യൂഷ്യ കൈൻഡ് ഓഫ് ഓറഞ്ച് വിത്ത് എ ഹിൻറ്റ് ഓഫ് കോറൽ, അതുപോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് നോട്ട് മൈ ഫേവറേറ്റ് ഷെയ്ഡ് ഐ വുഡ് സേ. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം എനിക്ക് എൻ്റെ സ്കിന്നിന് എന്തോ അധികം ഇങ്ങോട്ട് സൂട്ട് ചെയ്യാത്ത പോലെ തോന്നുന്നു കേട്ടോ. സോ ഐ തിങ്ക് ദിസ് വുഡ് സൂട്ട് മോർ മീഡിയം ടു ഫെയർ സ്കിൻ ടോൺ ഉള്ളവർക്കായിരിക്കും ഇതൊന്നുകൂടെ സൂട്ടാവുക, ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ്. മേ ബി വി ക്യാൻ ട്രൈ സം അതർ ഷെയ്ഡ് ഫ്രം ദിസ് റേഞ്ച്. ഞാൻ കുറേ ബ്ലഷ് മേടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് സെയിം കൈൻഡ് ഓഫ് ബ്ലഷ് പിന്നെ റിപ്പീറ്റ് മേടിക്കേണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പം പുതിയ ബ്ലഷൊക്കെ ട്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലഷ് ട്രൈ ചെയ്ത് നോക്കാം, കുറച്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ പരീക്ഷണ ഷെയ്ഡ്സ് മേടിക്കാറുണ്ട്. സോ അങ്ങനെ മേടിച്ച് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസി വരുന്ന ഒരു ലിക്വിഡ് ക്രീം കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ്. ആൻഡ് ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സെമി മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എഗെയിൻ ഇത് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി ബിൽഡ് ഓൺ. സോ ഓവറോൾ ഐ വുഡ് റേറ്റ് ദിസ് 6. അടുത്തത് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആട്ടോ. എഗെയിൻ ദിസ് ഇസ് ഫ്രം ഇൻസൈറ്റ്. ഇത് ഇൻസൈറ്റിൻ്റെ പ്രൊഫഷണൽ എയർ ബ്ലഷ് ആണ്. ഇതിങ്ങനത്തെ ഒരു സ്റ്റിക്ക് ഫോമിലാണ് വരുന്നത്, വിച്ച് ഇസ് എഗെയിൻ റിയലി കൺവീനിയൻറ്റ് ടു യൂസ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് റോസ്വുഡ് ഫ്ലഷ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വിത്ത് എ ഹിൻറ്റ് ഓഫ് പിങ്ക് ഓർ വോംനെസ് ഉള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്രോൺസർ കം ബ്ലഷ് അതുപോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ്. ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡാണ്. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് ഷെയ്ഡ്. ഫോർമുല ആണെങ്കിലും അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ലൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണുള്ളത്. ഒരു സെമി മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് വെരി ഡ്യൂയി ആൻഡ് ഓൾ. നല്ലൊരു സെമി മാറ്റ്, ഒരു ഹെൽത്തി കൈൻഡ് ഓഫ് ഒരു ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗുമാണ്. എനിക്കിതേക്കുറിച്ച് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും തന്നെ പറയാനില്ല. ദിസ് ഇസ് എ റിയലി നൈസ് ബ്ലഷ്. അത്യാവശ്യം നല്ലപോലെ പിഗ്മെൻറ്റഡ് ആണ്. സോ കുറച്ച് ബിഹൈൻഡ് ദി ഹാൻഡ്സ് എടുത്തിട്ട് ഞാൻ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാറുള്ളത്. ലൈറ്റായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നേരെ കൊണ്ട് കവിളിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പൂശിയാൽ നല്ലൊരു ജോക്കർ ഫേസ് ആയിട്ട് നമ്മളോട് ഇരിക്കേണ്ടി വരും, ബിക്കോസ് ദിസ് ഇസ് റിയലി പിഗ്മെൻറ്റഡ്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് ചെയ്യും, ബിക്കോസ് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് മാത്രം മതിയല്ലോ. ഓവറോൾ ഐ വുഡ് റേറ്റ് ദിസ് എ സോളിഡ് 8. എന്താ ഇതിന് 10 on 10 കൊടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ഒരു ഡ്യൂയി ഫിനിഷാണ് ബ്ലഷസിന് ഇഷ്ടം. ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ റീസൺ. ആൻഡ് നെക്സ്റ്റ് തിങ്, ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ക്രീമിനെക്കാളും എനിക്ക് കുറച്ചുകൂടെ ഒരു ലിക്വിഡ് ടെക്സ്ചറാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൊടുത്തത്. എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്. ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി. ലെറ്റ്സ് കണ്ടിന്യൂ. മാസിൻ്റെ 2 ബ്ലഷസ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ രണ്ടും എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലില്ല, ബിക്കോസ് ഞാൻ അതെൻ്റെ സിസ്റ്ററിന് കൊടുത്തു. ആസ് ഐ സെഡ് ഇതൊരു ലോങ് ഡ്യൂ വീഡിയോ ആയിരുന്നു. ബട്ട് ഡോണ്ട് വറി, ഞാൻ അതിൻ്റെ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ യു ക്യാൻ നോ ദി ഷെയ്ഡ് ആൻഡ് ഓൾ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാസിൻ്റെ ബ്ലഷ് അവർ ലിക്വിഡ് ബ്ലഷ് ആണ് ഇൻ ദി ഷെയ്ഡ് ട്വൈലൈറ്റ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ പീച്ചി പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ദി ഫോർമുല ഇസ് മോർ ലൈക്ക് എ ലിക്വിഡ് ജെൽ കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി എനിക്ക് ഫീൽ ചെയ്ത്. ഒരു ജെൽ കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അതിന്. ആൻഡ് ഇറ്റ് ഗിവ്സ് ലൈക്ക് എ നാച്ചുറൽ ഡ്യൂയി കൈൻഡ് ഓഫ് ഫിനിഷ്. പക്ഷേ മൈ പ്രോബ്ലം വിത്ത് ദിസ് ഇസ് ദാറ്റ് ഇറ്റ്സ് വെരി
ലൈറ്റ്ലി പിഗ്മെൻറ്റഡ്, ഭയങ്കര മൈൽഡ് ലെവൽ ഓഫ് പിഗ്മെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. ആദ്യം എടുക്കുമ്പോൾ പിഗ്മെൻറ്റഡ് ആണെന്ന് തോന്നും കേട്ടോ, ബട്ട് ഒന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതങ്ങ് ബ്ലെൻഡിനായിട്ട് അങ്ങോട്ട് ഡിസപ്പിയർ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു, വിച്ച് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഐ പേഴ്സണലി ലൈക്ക്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബ്ലഷാണ് ഇഷ്ടം, ലൈക്ക് വെരി ലൈറ്റ് ഫ്ലഷ് അതുപോലത്തെ ഒരു കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ദെൻ മേ ബി യു വിൽ ലൈക്ക് ഇറ്റ്. ബട്ട് പേഴ്സണലി എനിക്ക് കുറച്ചൊരു പിഗ്മെൻറ്റേഷൻ വേണം, ബട്ട് ദാറ്റ് വാസ് ലാക്കിങ് ഇൻ ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ ദാറ്റ് blush from Mars is not my favorite blush out there, so I would rate it 5. അടുത്തത് മാസിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്, ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് സിനമൺ. ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പീച്ചി ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. ഒരു പീച്ച് ഹിൻ്റ് ഉണ്ട്, ബട്ട് ദർ ഇസ് സം ബ്രൗൺ ടു ഇറ്റ്. നല്ലൊരു ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡായിരുന്നു. ആൻഡ് ഫോമുലയുടെ കാര്യം പറയുന്നത് ക്രീമി, കുറച്ചൊരു വാക്സി കൈൻഡ് ഓഫ് ഒരു ഫോമുലയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് ഗിവ്സ് ലൈക്ക് എ നാച്ചുറൽ സെമി മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷ്. ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആയിരുന്നു. ദി ബ്ലഷ് ഷെയ്ഡ് വാസ് റിയലി ഗുഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിലെനിക്ക് ആകെ ചെറിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയത് കുറച്ചൊരു വാക്സിയ സൈഡിലായിരുന്നു, വിച്ച് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഐ യൂഷ്വലി ലൈക്ക്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാക്സി ഫിനിഷൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഓർ ഇഫ് യു ഹാവ് ലൈക്ക് ഡ്രൈ ടു നോർമൽ സ്കിൻ ടൈപ്പ്, ദെൻ യു വിൽ ലൈക്ക് ഇറ്റ്. ഒരു ഡീസൻറ്റ് പ്രോഡക്റ്റ് ആയിരുന്നു, നോട്ട് ടു ബാഡ് ഓർ നോട്ട് ടു ഗുഡ്, ബട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിരുന്നു കേട്ടോ. സോ ഐ വുഡ് റേറ്റ് ദിസ് 7. അടുത്തത് മാറ്റ് ലുക്കിൻ്റെ ഈ ഒരു മൂസ് ബ്ലഷാണ്. ഇതിനെക്കുറിച്ചും ഞാനൊരു റിവ്യൂ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇഫ് ഐ എം നോട്ട് റോങ്, ഞാൻ ഇതിന് മുന്നേ ഏതോ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഫീൽ ദിസ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ റേറ്റഡ് ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ഔട്ട് ദെയർ. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവററ്റ് ബ്ലഷാണിത്. ഐ തിങ്ക് ദിസ് ഷുഡ് ബി മോർ പോപ്പുലർ, ബട്ട് ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നെപ്പോലൊരു ഓയിലി കോമ്പിനേഷൻ ആ ഒരു കൈൻഡ് ഓഫ് സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ യു വിൽ ലവ് ദിസ് പ്രോഡക്റ്റ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ആൻഡ് ദിസ് ഹാസ് ലൈക്ക് എ ഡസ്കി പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡ് വിത്ത് എ ഹിന്റ് ഓഫ് ബ്രൗൺ ഇൻ ഇറ്റ്. കുറച്ചൊരു മ്യൂട്ടഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണിത്. വെരി വെരി ഫ്ലാറ്ററിങ് ഓൺ മൈ സ്കിൻ ടൈപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്ലഷാണിത്. ടെക്സ്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു മൂസി കൈൻഡ് ഓഫ് ടെക്സ്ചറാണുള്ളത്, ആസ് ദി നെയിം സജസ്റ്റ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്ലിപ്പൊക്കെ ഉണ്ട് കേട്ടോ. സോ അപ്ലൈ ചെയ്യാനും ബ്ലെൻഡ് ഔട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം കുറച്ചൊന്ന് ബിൽഡ് ഓൺ ചെയ്യാനൊക്കെ ഇത് നല്ല എളുപ്പമാണ്. ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സെമി മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അണ്ടർ 500 ഒരു മസ്റ്റ് ട്രൈ എന്ന് പറയുന്ന ഒരു ബ്ലഷിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഐ വുഡ് സേ ദിസ് ഇസ് ദി ബ്ലഷ്. പ്ലീസ് ഡു ട്രൈ ദിസ് വൺ ഔട്ട്, യു വിൽ നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ഓഫ് കോഴ്സ് ഇത്രയൊക്കെ പൊക്കി പറഞ്ഞിട്ട് ഐ കനോട്ട് മൈനസ് എനി പോയിന്റ്സ് ഫ്രം ദിസ്, സോ ഐ വുഡ് റേറ്റ് ദിസ് എ 10. അടുത്തത് കൈൻഡ് ഓഫ് ഒരു റീസെൻറ്റ് ലോഞ്ച് എന്നൊക്കെ പറയാം. ദിസ് ഇസ് സ്വിസ് ബ്യൂട്ടി ഡ്യൂ ഇറ്റ് അപ്പ് ബ്ലഷ്, ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് പീച്ച് ഫസ്. ഇത് എഗെയിൻ ഒരു എക്സ്പെരിമെൻ്റൽ ഷെയ്ഡായിട്ട് ഞാൻ മേടിച്ചായിരുന്നു കേട്ടോ. ആൻഡ് ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് വെരി ലൈറ്റ് ഫോർ മീ. ഇതൊരു പ്രോപ്പർ മ്യൂട്ടഡ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ. കുറച്ചൊരു ഏർതി ടോൺസ് ഉള്ള ഒരു മ്യൂട്ടഡ് കൈൻഡ് ഓഫ് പീച്ച് ഷെയ്ഡ്. ഇത് ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ഉള്ളവർക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്നെപ്പോലെ ഒരു ഡസ്കി ഓർ എന്നെക്കാളും ഡീപ്പർ സ്കിൻ ടോൺ ഉള്ളവർക്ക് ദിസ് ഇസ് നോട്ട് എ ഗുഡ് ഓപ്ഷൻ. മേ ബി യു ഷുഡ് ട്രൈ സം അതർ കളർ ഫ്രം ദീസ് ലോട്ട്, ബട്ട് the formula is really nice. Proper liquid kind of consistency ആണ് ഇതിനുള്ളത്, ആൻഡ് ഇറ്റ് ഈസ് പ്രിറ്റി മച്ച് പിഗ്മെൻറ്റഡ് ടു. അതുകൊണ്ട് തന്നെ നല്ലൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഓൾമോസ്റ്റ് ഇതിൽ നമുക്ക് ആവശ്യമുള്ള പിഗ്മെൻറ്റ് കിട്ടും കേട്ടോ. ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ബാക്ക് ഓഫ് ദി ഹാൻഡ്സ് എടുത്തിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഡയറക്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിനെക്കാളും എന്തുകൊണ്ടും അതാണ് ബെറ്റർ ഓപ്ഷൻ. ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആസ് എ നെയിം സജസ്റ്റ് നല്ലൊരു ഡ്യൂയി ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇഫ് യു ലൈക്ക് സച്ച് ഫിനിഷസ് ആൻഡ് നല്ല കംഫർട്ടബിൾ ഫോമിലൊക്കെ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് വൺ ഔട്ട്. കളർ എനിക്ക് അത്ര മാച്ചിങ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനോട് അധികം അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യാറില്ല. ഓർ ചിലപ്പോൾ ഞാനിത് വേറെ ഏതെങ്കിലും കളറിനോട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുമോ, അല്ലെങ്കിൽ ഇത് ഇട്ടതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു പൗഡർ ബ്ലഷൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ളപ്പം ഐ ക്യാൻ ലൈക്ക് മേക്ക് ദിസ് വർക്ക് ഔട്ട്. ആ ഒരു റീസൺ കൊണ്ട് മാത്രം ഐ വുഡ് റേറ്റ് ദിസ് 8. അടുത്തത് അധികം ഫേമസ് അല്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ. ദിസ് ഇസ് റെവല്യൂഷൻ ബേബി ടിൻറ്റ്, ആൻഡ് അഗെയിൻ ദിസ് ഇസ് എ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ബ്ലഷ്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ, അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അഗെയിൻ ദിസ് വിൽ ആക്ട് ലൈക്ക് എ ബ്ലഷ് ആൻഡ് എ ബ്രോൺസർ. അതുപോലെ വർക്ക് ചെയ്യുന്നൊരു ബ്ലഷാണ്. നല്ലൊരു ഡീപ്പ് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇതിനുള്ളത്. ദിസ് ഇസ് റിയലി റിയലി നൈസ് കളർ. ഫോമുലയുടെ കാര്യം പറയുന്നത് ഒരു ലിക്വിഡ്, ഒരു ഗ്ലോസിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ല, അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയതിനുള്ളത്. കുറച്ചൊരു ലിക്വിഡി കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസി. ആൻഡ് എൻ്റെ ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡ്യൂയി ആയിട്ടുള്ള ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് ദി ഓൺലി പ്രോബ്ലം വിത്ത് ദിസ് വൺ ഇസ് ദാറ്റ് ഇത് ഭയങ്കര ലൈറ്റ്ലി പിഗ്മെൻറ്റഡ് ആണ്, ലൈക്ക് എ ഗ്ലോസ്. നമ്മളിപ്പോൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗ്ലോസ് പോലെ എങ്ങനെയാണ് അതുപോലെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ചീക്സിൽ ഇടുമ്പോഴത്തേനും ഇതിന് തീരെ അങ്ങോട്ട് കളറില്ലാത്ത പോലെ ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതങ്ങ് മാഞ്ഞു പോയി, ബ്ലെൻഡ് ഔട്ട് ആയിപ്പോയി മൊത്തത്തിൽ.
പിന്നെ നമ്മൾ ഇട്ട പോലെ ഒന്നും ഫീൽ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് മൈ ഫേവറേറ്റ്. സോ എഗെയിൻ ആസ് ഐ സെഡ്, നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ഫിനിഷാണ് ഇഷ്ടം, നിങ്ങൾക്ക് അതുപോലെ ഒരു ഡ്യൂയി ആയിരിക്കണം, ബട്ട് ബ്ലെൻഡ് ഔട്ട് ആയിട്ട് ഒരു ലൈറ്റ് ഫ്ലഷ് ഓഫ് കളർ മാത്രമേ പാടുള്ളൂ എന്നാണെങ്കിൽ then maybe you might like this, but this is not my favorite according to my preferences, so I would rate this a 5. അടുത്തത് റെനയുടെ ഈ ഒരു ബ്ലഷ് ആണ് കേട്ടോ. ദിസ് ഇസ് റെനെ PH മാഡ്നസ് ബ്ലഷ്. ഇത് ആസ് യു ക്യാൻ സീ ആ ഒരു PH ബേസ്ഡ് അതുപോലത്തെ ഒരു ഫോമുലയാണ് കേട്ടോ. ഭയങ്കര വാക്സി കൈൻഡ് ഓഫ് ഒരു ഫോമുലയാണ് ഇതിനുള്ളത്. കാണുമ്പം ബ്ലാക്കാണ്. ഇനീഷ്യലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗ്രേഷ് ബ്ലാക്ക് ആയിട്ടാണ് ഉണ്ടാവുക, ബട്ട് ലേറ്റർ ഓൺ ദി കളർ ചേഞ്ചസ് ആൻഡ് ഇറ്റ് ടേൺസ് ടു പിങ്ക്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതൊരു പ്രോപ്പർ പിങ്ക്, ഒരു ബേബി പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ആവുക. ആസ് ഐ സെഡ്, ഇതിനൊരു വാക്സി കൈൻഡ് ഓഫ് ടെക്സ്ചറാണുള്ളത് ആൻഡ് ഇറ്റ് ഗിവ്സ് എ ഡ്യൂയി ഫിനിഷ്. ദി പ്രോബ്ലം വിത്ത് ദിസ് ഇസ് ദാറ്റ് ഇത് ഭയങ്കരമായിട്ട് ഡാർക്കാവും. ജനറലി ഇതുപോലത്തെ ബ്ലാക്ക് കളേർഡ് PH ബേസ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു ഹാഫ് ആൻ അവറിൽ ഇറ്റ് വിൽ ടേൺ ഡാർക്ക്. ഓക്കെ, ഓവർ ദ ടൈം ഡാർക്ക് ആവും, അത് എന്നിട്ട് സെറ്റ് ആവും, അത്ര ഡാർക്കേ ഉണ്ടാവുള്ളൂ. ബട്ട് വിത്ത് ദിസ് വൺ ഐ ഫീൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം കുറച്ച് ഡാർക്കാവും ആൻഡ് പതുക്കെയാണ് ഇത് ഡാർക്കനായി വരുന്നത്. ഓക്കെ, ഓവർ ദി ടൈം, ലൈക്ക് ഞാൻ ഇത് അപ്ലൈ ചെയ്തൊരു 1 hour കഴിഞ്ഞിട്ടൊക്കെ നോക്കുമ്പോഴത്തേനും ഇതിന് ഭയങ്കര അങ്ങോട്ട് പിഗ്മെൻറ്റേഷനാണ്, ഒരുപാട് പിഗ്മെൻറ്റഡ് ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഇത് ഓവർ ദി ടൈം ഡാർക്കൺ ആവുന്നതുകൊണ്ട് നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും മതി എന്ന് വിചാരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഇതിന് കളറേ ഇല്ലല്ലോ, അപ്പം നമ്മൾ ഓക്കെ ഫൈൻ എന്ന് വിചാരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇതങ്ങോട്ട് ഡാർക്കണായി ഇതൊരു എന്താ പറയുക, മുഖത്തൊരു അടി കൊണ്ടാൽ എങ്ങനെ ഉണ്ടാവും, നമ്മളിങ്ങനെ ഭയങ്കര പിങ്കായിട്ടൊക്കെ ഇരിക്കില്ലേ, അതുപോലെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫീൽ ആട്ടോ. ഭയങ്കര ബോർ ലുക്കാണ് ബേസിക്കലി പറഞ്ഞു വരുന്നത്. എസ്പെഷ്യലി എന്നെപ്പോലൊരു ടാൻ ഡസ്കി സ്കിൻ ടോൺ ഉള്ള ആളാണെങ്കിൽ ഇറ്റ് വുഡ് നോട്ട് ലുക്ക് ദാറ്റ് ഗ്രേറ്റ് അറ്റ് ദി എൻഡ്. ഓക്കെ, എടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു പിങ്ക് ആണെങ്കിലും ഫെയർ സ്കിൻ ടോണിൽ ഇറ്റ് വിൽ ലുക്ക് ഗുഡ്, കുറച്ചൊരു കൈൻഡ് ഓഫ് ഒരു ഫ്ലഷ്ഡ് ലുക്ക് പോലൊക്കെ ഫീൽ ചെയ്യും. സോ ഫെയർ സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ മേ ബി യു ക്യാൻ വർക്ക് വിത്ത് ദിസ്, ബട്ട് എന്നെപ്പോലെ ഒരു മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഐ ഡോണ്ട് നോ ഹൗ ഐ ഷുഡ് ബി ഡീലിംഗ് വിത്ത് ദിസ്. അതുകൊണ്ട് 5 or 6, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. 500 ബിലോ ഉള്ള എല്ലാ ബ്ലഷസും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മൾ എബവ് 500 ഉള്ള ബ്ലഷസ് ആയിരിക്കും. ആൻഡ് ഐ വുഡ് ബി showing some of the powder blushes too. So please do come back for the second part of this blush video. ഇതേ ഫേസിൽ ഇതേ രീതിയിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആ ലോട്ടിൽ എൻ്റെ 1-2 മോസ്റ്റ് യൂസ്ഡ് ഫേവറേറ്റ് ബ്ലഷസ് കൂടെ ഉണ്ട്. സോ ഡു നോട്ട് മിസ് ഇറ്റ്, കം ഫോർ ദാറ്റ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും